രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ രാഷ്ട്രപതിയുടെ സ്നേഹവിരുന്നിൽ ഇടം പിടിച്ച ഭിന്നശേഷി രംഗത്തുള്ള 5 പേരിൽ ഒരാൾ മലയാളിയാണ്. ഡോക്ടർ രശ്മി പ്രമോദ്. രശ്മി പ്രമോദ് എറണാകുളം സ്വദേശിനിയാണ്. ഇന്ന് മീഡിയ വണ്ണിനോടൊപ്പം ഈ രശ്മി പ്രമോദ് ചേരുകയാണ്. വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രപതിയുടെ ഒരു ക്ഷണം ലഭിക്കുക എന്നുള്ളത്. കുറിച്ച് എന്താ പറയുക? വളരെയേറെ അഭിമാനവും അതേപോലെ സന്തോഷവുമാണ് ആ ഒരു കത്ത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് നേരിട്ട് കൊണ്ട് തന്നപ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇത്രയും വലിയൊരു അഭിമാനവും അതേപോലെ സന്തോഷവും ഉണ്ടായൊരു നിമിഷം വേറെ ഉണ്ടാവില്ല. ഒരു സാധാരണ ഭാരതീയ വനിതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് രാഷ്ട്രപതിയുടെ ഈ ഒരു സ്വീകരണത്തിലേക്കുള്ള ക്ഷണം കിട്ടുക എന്നുള്ളത് തന്നെ. ഇതിലിപ്പോൾ വലിയ കടമ്പകൾ കടന്നു, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പോൾ ആദ്യഘട്ടത്തിൽ കാഴ്ച ഉണ്ടായിരുന്നു, പിന്നീട് ആണ് കാഴ്ച നഷ്ടപ്പെടുന്നത്. അപ്പോൾ ലോകം കണ്ടെടുത്തുനിന്ന് പെട്ടെന്നൊരു കാഴ്ചയിലേക്ക് ഇല്ലായ്മയിലേക്ക് പോകുമ്പോഴുള്ളൊരു പ്രശ്നം, അങ്ങനത്തെ നിങ്ങളെ അനുഭവങ്ങളുണ്ടായിരുന്നു? തീർച്ചയായിട്ടും കാഴ്ച നഷ്ടപ്പെടുമ്പോൾ മറ്റെല്ലാവരെ പോലെയും ഇനി മുന്നോട്ട് ജീവിതം എന്തായിരിക്കും എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലൊരു നിയോഗമുണ്ടാകും. ആ നിയോഗം എന്താണോ അത് തീർച്ചയായിട്ടും നടപ്പിലാകും. എൻ്റെ കാഴ്ച 26-ാം വയസ്സിൽ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഭഗവാനുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്ന് എൻ്റെ ജീവിതയാത്രയിലൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് സമൂഹത്തിലുള്ള ഭിന്നശേഷിയുള്ള മറ്റു വ്യക്തികൾ, പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ചാലഞ്ചസ് ഉള്ള കുഞ്ഞുങ്ങളെയും അവരുടെ പാരൻസും അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പഠിക്കാനും അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഒരിക്കലും ഒരു നിമിത്തമാവില്ലായിരുന്നു. ഡോക്ടർ ഇപ്പോൾ ആയുർവേദ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് മേഖലകളോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭിന്നശേഷിക്കാരുടെ രംഗത്തുകൂടി ഡോക്ടർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതെ, ആയുർവേദ മാത്രമായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ജീവനീയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഓട്ടിസം പോലെയുള്ള അവസ്ഥകളെ കൈകാര്യം ചെയ്യാൻ ആയുർവേദ ചികിത്സകൾ നമ്മൾ ഈ കുട്ടികളുടെ അണ്ടർലൈൻഡ് പെത്തോളജിയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, ദഹന സംബന്ധമായതും ഉറക്ക സംബന്ധമായതും സെൻസറി ഇഷ്യൂസ്, അലർജി, ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആയുർവേദ വേ ഓഫ് ലൈഫ്, അതിൽ ആയുർവേദ ചികിത്സകൾ മാത്രമല്ല, മരുന്ന് മാത്രമല്ല, ആയുർവേദ സെൻസറി പ്രൊസീജിയേഴ്സും ആയുർവേദ ലൈഫ് സ്റ്റൈൽസും ഡയറ്ററി ഇൻ്റർവെൻഷൻസും പാരൻ്റൽ ട്രെയിനിങ്ങും എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ എല്ലാ ഇൻ്റഗ്രേറ്റഡ് തെറാപ്പീസും നൽകി വരുന്നുണ്ട്. അതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും നമുക്ക് അഭിമാനമുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് AI സെൻട്രിക് റീഹാബിലിറ്റേഷൻ IIT ഹൈദരാബാദിൻ്റെ സഹായത്തോടു കൂടി ജീവനത്തിന് കൊച്ചിയിൽ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഡോക്ടർ രാജ്യത്തുടനീളം പ്രമുഖരായ പലർക്കും ഇത്തരത്തിൽ ചികിത്സ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അദ്വാനി ഉൾപ്പെടെയുള്ള പലരെയും. പക്ഷെ ഇവരൊന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഡോക്ടറുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് കാണണമെന്ന് ഉൾപ്പെടെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ നാടിനെ ഏറ്റവും കൂടുതൽ നമുക്കെല്ലാവർക്കും അഭിമാനം നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയെ നേരിട്ട് കണ്ട് കൈകളിൽ സ്പർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം എന്നുള്ളത് വലിയൊരു പ്രാർത്ഥന തന്നെയാണ്. അത് ഈ യാത്രയിൽ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ചെയ്യുന്നത്. ഈ ആരോഗ്യരംഗത്ത് തന്നെ ഇനി എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റിസർച്ചിലും സ്പേസ് മേഖലകളിലും എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും എല്ലാം നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യ ഇന്ന് നിലനിൽക്കൊള്ളുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഡിസേബിലിറ്റി മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേക്കാണ് എൻ്റെ പ്രയത്നങ്ങളെല്ലാം തന്നെയുള്ളത്. അതെനിക്ക് ഒറ്റയ്ക്കൊരിക്കലും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ മറ്റു സന്നദ്ധ സംഘടനകളുടെയും മഹത് വ്യക്തികളുടെയും എല്ലാം സഹകരണങ്ങളും സഹായങ്ങളും മാർഗനിർദ്ദേശവും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ രാഷ്ട്രത്തിന് ഈ പറയുന്ന ഭിന്നശേഷിയുള്ള എല്ലാ വ്യക്തികൾക്കും തുല്യതയോടുകൂടി അവരുടെ അവകാശങ്ങൾ കൈവരിക്കാനും അവർക്കും അവരുടെ താല്പര്യങ്ങളും അതോടൊപ്പം അവരുടെ ജീവിതം ആസ്വദിച്ച് അവർക്കൊരു മീനിങ് ഫുൾ ലൈഫ്
ഈ ലോകത്ത് ഉണ്ടാവുക, അവരെ സംരക്ഷിക്കുന്നവരുടെ കാലശേഷവും സുരക്ഷിതമായി കഴിയാനുള്ളൊരു ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഇപ്പോൾ ഭിന്നശേഷി രംഗത്തെ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം ലഭിക്കാതെ പോകുന്നുണ്ട്. പലപ്പോഴും അവർ കുട്ടികളുടെ കാര്യമായ ഉൾപ്പെടെ ഒരു വലിയ പ്രാധാന്യം കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ സർക്കാരിന് കൂടി ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരേണ്ടത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണ് പറയേണ്ടത്. കാരണം നമുക്കറിയാം, ഇന്ന് ഓട്ടിസം ഒരു 4 വയസ്സിൽ കുട്ടികളുടെ ഡയഗ്നോസ് ചെയ്യുന്ന പേരൻസിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ഉണ്ടാവുന്ന പ്രയാസം നോർമൽ സ്കൂളിൽ കിട്ടാവുന്ന അഡ്മിഷൻ കിട്ടാനാണ്. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നതും മുന്നോട്ട് ജീവിതം നയിക്കുന്നത്, ശരിയല്ലേ? അപ്പം അവർക്കും ഉള്ള തുല്യ അവകാശമാണ് സ്കൂളിൽ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഇതെല്ലാം അനുശാസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്നും ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികൾ നമുക്കൊരു സ്ട്രക്ചേർഡ് എൻവയൺമെൻറ്റിലൂടെ ഇനഫ് റിസോഴ്സ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തും എല്ലാം നമുക്കൊരു, അതേപോലെ സ്കൂൾസിൽ സെൻസറി റൂംസും മറ്റു ക്ലാസ് റൂം മോഡിഫിക്കേഷൻസും എല്ലാം കൊണ്ടുവരുന്നതിലൂടെ സാധിക്കും. പക്ഷെ അതിനൊരു എന്താ പറയുക, ഗ്രാസ് റൂട്ട് ലെവൽ മുതലുള്ള ഒരു സംരംഭങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. എല്ലാവരും ഇതിനു വേണ്ടി അംഗൻവാടി മുതലായാലും സർക്കാരും എല്ലാം ഒരുമിച്ച് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താ പറയുക, തുല്യമായിട്ട് സ്കൂളിലേക്ക്, നോർമൽ സ്കൂളിങ്ങിലേക്കുള്ള റൈറ്റ്സ് നേടാൻ പറ്റും. അതിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർക്ക് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിലേക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കുടുംബം ഈ ഡോക്ടറുടെ പിന്തുണ? ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായാലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഹസ്ബൻഡ്, അതേപോലെ മകള്, എല്ലാവരും ഇപ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊരിക്കലും തടസ്സം നിൽക്കാറില്ല. എനിക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോൾ പോലും പലപ്പോഴും എസ്പെഷ്യലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഏരിയയിലെല്ലാം തന്നെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടും കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സ്ഥാപനമായാലും എൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി നൽകിയിരിക്കുന്നത്. വലിയ അഭിമാനമാണ് ഇന്ന് കേരളത്തിനുൾപ്പെടെ ഈ ഡോക്ടർ രശ്മിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ അമൽ ജോണിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.